നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പല ആവശ്യത്തിന് വേണ്ടിയിട്ട് പല ഡോക്യുമെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ്റ്റാറ്റ് കടകളിലോ പുറത്തോ ഒക്കെ നമ്മൾ പോകാറുണ്ട്. അതേസമയം നമ്മുടെ വീട്ടിലൊരു പ്രിൻ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇക്കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ ഒരു കുഞ്ഞ് പ്രിൻ്ററെങ്കിലും വാങ്ങിച്ച് വയ്ക്കുന്നത് അത്യാവശ്യം നല്ലതാണ്. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലെങ്കിലും രണ്ടുമൂന്ന് പ്രിൻ്റൊക്കെ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന, അതായത് പ്രിൻ്റ്, കോപ്പി, സ്കാൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിൻ്ററാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അഫോർഡബിളായിട്ട് വീട്ടിലും ഓഫീസിലും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിൻ്റർ നോക്കിയപ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വന്നത് എപ്സൺ ആണ് കേട്ടോ. എപ്സണിൻ്റെ എക്കോ ടാങ്ക് പ്രിൻ്ററുകൾ എസ്പെഷ്യലി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഓരോ പ്രിൻ്റുകളും എടുക്കാൻ പറ്റുന്നതാണ്. എക്കോ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എക്കോ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഈ ഒരു ഇങ്ക് ജെറ്റ് പ്രിൻ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇങ്ക് വളരെ മിനിമലായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിൻ്റുകൾ എടുക്കാൻ പറ്റുന്നതിനാണ് ഈ ഒരു എക്കോ ടാങ്ക് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു എപ്സണിൻ്റെ എക്കോ ടാങ്ക് പ്രിൻറ്റേഴ്സ് വരുന്ന 2011 മുതലാണ്. അന്ന് മുതൽ ഏകദേശം അവർ 8 കോടി എക്കോ ടാങ്ക് പ്രിൻറ്റേഴ്സാണ് ലോകമെമ്പാടും വിറ്റിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്ക് വളരെ പോപ്പുലറായിട്ടുള്ളൊരു ടേമാണ് ഈ ഒരു എക്കോ ടാങ്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മാത്രം എനിക്ക് തോന്നുന്നു ഏകദേശം 6 മില്യണോളം അടുപ്പിച്ച് അവർ ഇവിടെ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ പോപ്പുലറായിട്ടുള്ള പ്രിൻ്ററാണ്. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡൽ എന്ന് പറയുന്നത് എപ്സണിൻ്റെ എക്കോ ടാങ്ക് L4260 എന്ന് പറയുന്നതാണ്. ഇതെടുക്കാൻ കാര്യം ഇതിനകത്ത് നമുക്ക് 3 ഓപ്ഷൻസും കിട്ടുന്നുണ്ട്. സ്കാൻ, കോപ്പി, പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓഫീസ് യൂസിനും അതുപോലെ തന്നെ വീട്ടിലെ യൂസിനും അനുയോജ്യമായിട്ടുള്ളൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് എന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. അതുതന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആയിട്ടൊരു മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവർ ഡിസ്കും ഇതിനകത്ത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഓൺലൈനിൽ നിന്ന് ഇതിൻ്റെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്കൊരു USB കേബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിളാണത്. ഈ ഒരു പ്രിൻ്ററിൽ തന്നെ വൈഫൈ ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിലും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രിൻ്റർ കേട്ടോ. നമുക്കിവിടെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ബോക്സിനകത്ത് ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുകൂടെ നോക്കാം. ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു പവർ കോഡ് കാണാൻ പറ്റും. ഇത് നമ്മുടെ കണക്ട് ചെയ്യാൻ പറ്റുള്ള പവർ കോഡാണ് കേട്ടോ. പവർ കോഡ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ബോക്സിനകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ഇങ്കും കാര്യങ്ങളും വരുന്നുണ്ട്. ക്ലാരിയ ET സ്റ്റാൻഡേർഡ് ഇങ്കാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ പ്രിൻ്ററിലേക്ക് പോവാം. പ്രിൻ്റർ ഇവിടെ ആയിട്ട് നല്ല സേഫ് പാക്കേജിങ് ആണ് കേട്ടോ. എപ്സണിൻ്റെ പ്രിൻ്ററുകൾ ഇപ്പോൾ ഒരു 100,000 ടേപ്പ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കാര്യം ഞാൻ പ്രീവിയസ്ലി ഒരുപാട് എപ്സണിൻ്റെ നമ്മൾ പ്രിൻ്ററൊക്കെ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഒരു 100,000 ടേപ്പ് കൊണ്ട് അവരിത് ഭയങ്കരമായിട്ട് സേഫ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് നോക്കാം നമുക്ക് എത്ര ടേപ്പ് ഉണ്ട് നമുക്ക് എണ്ണാം. 1 2 3 4 5 6 7 8 9 10. ഗൈസ്, അപ്പോൾ എല്ലാ ടൈപ്പും നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്വിക്ക് ഓവർവ്യൂ പോലെ നമ്മുടെ ഈ ഒരു പ്രിൻ്ററിൽ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. നമ്മൾ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് റിയർ ഫീഡർ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ നിന്നാണ് നമ്മൾ പേപ്പർ ഇട്ട് കൊടുക്കേണ്ടത്. മുൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് സ്കാനിങ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് A4 സൈസ് വരെയുള്ള പേപ്പറുകൾ വെച്ച് സ്കാൻ ചെയ്യാൻ സാധിക്കും. മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്കൊരു കുഞ്ഞ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ അടുത്തായിട്ട് കുറച്ച് ഡയൽസ്, നമ്പേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യാനുസരണം ക്രമീകരണങ്ങൾ വരുത്താനുള്ളത് ഇവിടെ വരുത്താൻ പറ്റും. ഇവിടെ ആയിട്ട് നമ്മുടെ എക്കോ ടാങ്കിൻ്റെ ഫില്ലിംഗ് ചേമ്പറാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇത് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് ഇങ്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ പേപ്പർ പ്രിൻ്റ് ആവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ടാണ് നമ്മുടെ പേപ്പറിൻ്റെ ഔട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പിൻവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമ്മുടെ പവർ കോഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് നിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള USB-യുടെ പോർട്ടും വരുന്നത്. ഇനി നിങ്ങളുടെ പേപ്പർ കുടുങ്ങി പോവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് വേണ്ട റിയർ ഫീഡറിൻ്റെ താഴെയായിട്ട് ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഇളക്കി മാറ്റിയിട്ട് ആ ഒരു പേപ്പർ നിങ്ങൾക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു പ്രിൻ്ററിനകത്ത് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രിൻ്ററിൻ്റെ ബേസിക് ഓവർവ്യൂ എന്ന് പറയുന്നത്. എന്തായാലും നമുക്കിനി നമ്മുടെ ഇങ്കൊക്കെ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒന്ന് ഫില്ല് ചെയ്യാം. ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും എങ്ങനെയാണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെ അറിയായിരിക്കും. പക്ഷേ ഇങ്ക് ഫില്ല് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഇങ്ക് ഫില്ല് ചെയ്യാൻ അറിയാമെന്നുള്ളവരാണെങ്കിൽ ഈ ഒരു പാർട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇങ്ക് എന്ന് പറയുന്നത്. ഏത് വേണമെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മളിവിടെ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് BK എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇതിലായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ടാങ്കിലും BK എന്ന് എഴുതിയിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു ലിഡ് ഇങ്ങനെ തുറക്കുക. അതിനുശേഷം ഇത് നമുക്ക് ഇങ്ങനെ തുറന്നെടുക്കാൻ പറ്റും. അതിനുശേഷം ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം ഇത് അലൈൻ ചെയ്ത് വരുന്ന രീതിയിൽ ഇവിടേക്ക് ഇങ്ങനെ
നമ്മളിതിൽ വയ്ക്കുന്ന സമയത്ത് തന്നെ സ്പില്ലൊന്നും ആവത്തില്ല. നമ്മൾ കയറ്റി വയ്ക്കിയതിന് ശേഷം മാത്രമേ കറക്റ്റായിട്ട് അതിനകത്ത് ഇറങ്ങിക്കോളൂ. നമ്മളിത് പൊക്കുന്ന സമയത്തും ഇങ്ക് ഇതിലേക്ക് വീഴുമെന്ന് പേടിക്കേണ്ട. ഓട്ടോമാറ്റിക്കായിട്ടൊരു ലോക്ക് മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുന്നതുകൊണ്ട് തന്നെ ഇങ്ക് പുറത്തോട്ടൊന്നും ആവില്ല. ഇപ്പം നമ്മുടെ പ്രിൻ്റർ ഫസ്റ്റ് പ്രിൻറ്റിന് വേണ്ടിയിട്ട് ഇനിഷ്യലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടാങ്കിനകത്ത് ഇങ്കൊക്കെ നിറച്ച് കൊടുത്തത് എല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. നമുക്കത് നോക്കിയതിന് ശേഷം നോക്കാം. ഇവിടെ ആയിട്ട് നമ്മൾ എപ്സൻ്റെ സ്മാർട്ട് പാനൽ എന്ന് പറയുന്നൊരു ആപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്പിനകത്ത് നമ്മുടെ ഈ ഒരു പ്രിൻ്റർ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നമുക്ക് പ്രിൻറ്റ്, സ്കാൻ, ഡോക്യുമെൻറ്റ്, ക്യാപ്ചർ, കോപ്പി ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് അതർ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ പ്രിൻറ്റ് ഹെഡ് ക്ലീനിങ് വരെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പ്രിൻറ്റ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് പ്രിൻറ്റ് ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിനകത്ത് നിങ്ങളുടെ ഫോണിനകത്തുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്കൊന്ന് സാമ്പിളായിട്ട് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. A4 സൈസ് പേപ്പർ നമ്മളിവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രിൻറ്റ് കൊടുക്കാം. ഇതിൽ ഡോക്യുമെൻറ്റ്സ് പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഞൊടിയിടയിൽ തന്നെ നമ്മുടെ പ്രിൻറ്റ് വരും. നല്ല ക്വാളിറ്റിയുമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുകളിലായിട്ട് വെച്ചിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. ഇവിടെയായിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ നമ്മുടെ കാറിൻ്റെ ഇൻഷുറൻസ്, അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഞാനിവിടെ ആയിട്ട് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് കോപ്പി എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും നമ്മളിതിൽ സ്കാൻ ചെയ്തെടുക്കുന്ന കോപ്പിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസും ഇതിൽ സ്കാൻ ചെയ്തെടുക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് കോപ്പി ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് സ്കാൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. അതിൽ നിങ്ങൾക്ക് കോപ്പി ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കോപ്പി വേണമെന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളറാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് പ്രിൻറ്റ് ക്വാളിറ്റിയുടെ സെറ്റിങ്സ് അതിൻ്റെ താഴെയായിട്ടുണ്ട്. നിങ്ങൾ കോപ്പി പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോപ്പി നിങ്ങളുടെ ഫോട്ടോ പേപ്പറിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ A4 സൈസ് പേപ്പറിൻ്റെ 2 സൈഡിലും നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. ഡ്യൂപ്ലക്സ് പ്രിൻ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പേപ്പറിൻ്റെ 2 ഭാഗത്തും പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാടധികം പേപ്പറും സേവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് 4x6 ഇഞ്ചിൻ്റെ ഫോട്ടോ പേപ്പറുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കേഷണലി നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ ആയിട്ട് ഞാൻ ആ ഒരു പേപ്പർ ലോഡ് ചെയ്യണം കേട്ടോ. 4x6 ഇഞ്ചസിൻ്റെ ആണ്. നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ പ്രിൻറ്റ് ചെയ്യില്ലേ, അപ്പോൾ അതേ സൈസ് തന്നെയാണ്. ഞാനിവിടെ ആയിട്ട് ഇപ്പോൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മളൊരു സ്പൈഡർമാൻ്റെ ഫോട്ടോ ആണ് കേട്ടോ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കേഷനിൽ നിങ്ങളുടെ ഫോട്ടോ പേപ്പറിലും ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രിൻ്ററിൻ്റെ ക്യാപ്പബിലിറ്റീസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രിൻ്റർ വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂപ്ലസ് പ്രിൻ്ററിങ് വരുന്നുണ്ട്, വൈഫൈ ഓപ്ഷൻസ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് എല്ലാം ഓൾ ഇൻ വൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എപ്സൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാധനമാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയത്. ഇതിനകത്ത് ഡ്യൂപ്ലക്സ് പ്രിൻറ്റിങ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാടധികം പേപ്പർ സേവ് ചെയ്യാൻ പറ്റും 2 സൈഡും പ്രിൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ. ഇനി നമുക്ക് കുറച്ച് ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രിൻ്ററിൽ വൈഫൈ വരുന്നുണ്ട്. അതായത് വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോണ് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തേന്ന് പറയുന്നത് ഡ്യൂപ്ലക്സ് പ്രിൻറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി 2 പേപ്പറിൻ്റെ 2 ഭാഗങ്ങളും പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലത്തെ പേപ്പർ ട്രേയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 പേപ്പറുകളാണ്. അതായത് A4 ഷീറ്റുകൾ നമുക്ക് 100 A4 ഷീറ്റുകൾ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ വാരൻറ്റി പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. വാരൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 30,000 പ്രിൻറ്റ് അല്ലെങ്കിൽ 1 വർഷം കാലയളവാണ് അവർ പറയുന്നത്. ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും നിങ്ങളുടെ വാരൻറ്റി തീരുമാനിക്കുന്നത്. ഈ ഒരു പ്രിൻ്റിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസയ്ക്ക് ഒരുപാടധികം പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് എക്കോ ടാങ്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാടധികം പ്രിൻ്റ് എടുക്കാൻ പറ്റും. അതായത് കുറച്ച് ഇങ്ക് മതി നമുക്ക് കൂടുതൽ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഏകദേശം ഒരു കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിൻറ്റിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലാക്ക് ഇങ്ക് എന്ന് പറയുന്നത് ഇതിന് ഏകദേശം വില വരുന്നത് 404 രൂപയാണ് കേട്ടോ. ഒരു ബ്ലാക്ക് ഇങ്കിൻ്റെ ബോട്ടിലിന് വില വരുന്നത്. കളറിന് വില വരുന്നത് 600 രൂപയാണ്. ഒറിജിനൽ എപ്സൻ്റെ കോസ്റ്റാണ് ഞാൻ ഈ പറയുന്നത്. ഒറിജിനൽ എപ്സൻ്റെ കോസ്റ്റാണ് 600 രൂപ കളർ ബോട്ടിലിനും. അതുപോലെ തന്നെ 404 രൂപയോളം നമുക്ക് ബ്ലാക്ക് കളറിനും വരുന്നുണ്ട്. ഈ ഒരു 404 രൂപയ്ക്ക് നിങ്ങൾ ബ്ലാക്ക് ഇങ്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 4500 പേജ് വരെ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കളറും കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ കളറിലാണ് നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 7500ഓളം പേജുകൾ നിങ്ങൾക്ക് ഈ ഒരു പ്രിൻ്ററിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും.
ഈ ഒരു ഇങ്ക് ടാങ്കിൻ്റെ പാർട്ട് നോക്കിയാൽ കാണാം, നമ്മൾ ചില ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഇങ്ക് ടാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിരിക്കും. ഇതിനോടൊപ്പം തന്നെ ബിൽറ്റിനായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം സ്പേസ് സേവിങ് ഉണ്ട്, അതുപോലെ തന്നെ കാണാനും ഭംഗിയുണ്ട്. പിന്നെ ഇതിൽ സ്പിൽ ഫ്രീ ആയിട്ടുള്ള തരത്തിലുള്ളൊരു കമ്പാർട്ട്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. അത്തരത്തിലൊക്കെ ഒരു മെസ്സിനെസ് സിറ്റുവേഷൻസ് നമ്മൾ ഈ ഒരു പ്രിൻ്റർ ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. ഹിഡൻ ആയിട്ടുള്ള മറ്റൊരു ഇതുപോലത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നതിന് നമുക്ക് കുറച്ച് കറണ്ട് മതി എന്നുള്ളതാണ്. കുറച്ച് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഹീറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു സംഭവമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഹീറ്റ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കറണ്ടേ ആവുന്നുള്ളൂ. അനാവശ്യമായിട്ട് ഹീറ്റ് എനർജി ആയിട്ട് ഒരുപാടധികം കറണ്ട് കൺസ്യൂം ആവില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിനനുസരിച്ച് നമ്മുടെ കറണ്ട് ബില്ല് കുറയും, പിന്നെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു എക്കോ ടാങ്ക് പ്രിൻറ്റേഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി അവർ ഭയങ്കരമായിട്ട് എന്താ പറയുക എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതുമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും പ്രൈസും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓവറോൾ ഒരു ഗുഡ് പർച്ചേസാണ് കേട്ടോ. ഐ മീൻ ഈ ഒരു പ്രിൻ്റർ ഈ ഒരു പ്രൈസിന് വാല്യൂ ഫോർ മണിയാണ്. എസ്പെഷ്യലി ഒരുപാട് പേര് പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രിൻറ്റിങ് ഒരു മെഷീൻ കാണുന്നത് കൂടുതൽ പേരും എപ്സൺ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ എപ്സണിൻ്റെ ഈ ഒരു പ്രിൻ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾ ഇൻ വൺ ഒരു ഗുഡ് പർച്ചേസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഈ ഒരു പ്രിൻ്ററിൻ്റെ വില എന്ന് പറയുന്നത് 16,000 രൂപ പ്ലസ് ടാക്സസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിലും ബെറ്റർ പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ മാർക്കറ്റിൽ എവിടെയെങ്കിലുമൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ ഒരു പ്രിൻ്റർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.